ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാർക്കറ്റ് ഡോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഒരു പുതുവത്സരത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഒരുപാട് പേര് പുതുവത്സര ദിനത്തിൽ പല റെസല്യൂഷൻസും എടുക്കുന്നുണ്ടാവും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഈ ഒരു വർഷം തൊട്ടിട്ട് നമ്മൾ ജിമ്മിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നത്, അല്ലെങ്കിൽ ഓരോ ആഴ്ചയിലും ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ നമുക്ക് വിജ്ഞാനം പകർന്നു തരുന്ന പുസ്തകങ്ങൾ റീഡ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത്. പക്ഷെ എത്രത്തോളം ഈ തീരുമാനങ്ങൾ എടുത്ത ആളുകൾക്ക് അല്ലെങ്കിൽ ആളുകളിൽ എത്രത്തോളം ആളുകൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കാം. ഇവിടെ പ്രവർത്തിക്കുന്ന എന്താണ്? അവരുടെ പെർസിസ്റ്റൻസ്, കൺസിസ്റ്റൻസി, ഡിസിപ്ലിൻ. ഇത് മൂന്നും കൃത്യമായിട്ടില്ല എങ്കിൽ ആർക്കും ഒരു റെസല്യൂഷനും എടുക്കാൻ പറ്റില്ല. ഓക്കെ, അത് നിങ്ങൾ ന്യൂ ഇയറിലായാലും അല്ലെങ്കിൽ നിങ്ങൾ 365 ദിവസങ്ങളിൽ ഏത് ദിവസത്തിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. ഓക്കെ, നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ, അതായത് നമ്മൾ ഈ പറയുന്ന 7 കാര്യങ്ങൾ, 7 സാമ്പത്തികപരമായിട്ടുള്ള ഈ ശീലങ്ങൾ നിങ്ങൾ ഉൾപ്പെടുത്തുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വർഷം നല്ല ശക്തമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത വർഷവും അതിനപ്പുറത്തെ വർഷവും ഒക്കെ നല്ല ശക്തമായിട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പം വീഡിയോ നിങ്ങൾ മാക്സിമം മുഴുവനായിട്ടും ശ്രദ്ധിച്ചും കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. യുവർ റോഡ് മാപ്പ് ടു ഫൈനാൻഷ്യൽ ഫ്രീഡം ഇൻ 2025 ആൻഡ് ബിയോണ്ട്. ഓക്കെ, സക്സസ് വിത്ത് മണി ഈസ് നോട്ട് അബൌട്ട് ലക്ക്, ഇറ്റ്സ് അബൌട്ട് ഹാബിറ്റ്സ്. ശീലങ്ങളാണ് പലരെയും എന്താ പറയുക വളരെ വലിയ പണക്കാരാക്കി മാറ്റിയിട്ടുള്ളത്, അല്ലെങ്കിൽ നല്ല സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിക്കൊടുത്തിട്ടുള്ളത്. ഓരോ വ്യക്തികളുടെയും അല്ലെങ്കിൽ ആ നേടിയ വ്യക്തികളുടെ ശക്തമായിട്ടുള്ള അവരുടെ ജീവിതത്തിൽ ഫോളോ ചെയ്ത പലതരം ഹാബിറ്റ്സ് അല്ലെങ്കിൽ ശീലങ്ങളാണ്. ഓക്കെ, നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7 പവർഫുൾ പേഴ്സണൽ ഫിനാൻസ് ഹാബിറ്റ്സ് ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി ട്രാൻസ്ഫോം യുവർ ഫിനാൻഷ്യൽ ജേർണി ആൻഡ് ഹെൽപ്പ് യു അച്ചീവ് യുവർ ഗോൾസ്. നിങ്ങളുടെ ലക്ഷ്യം, സാമ്പത്തിക ലക്ഷ്യം എന്ത് തന്നെയാണെങ്കിലും നമ്മൾ ഈ പറയുന്ന ഈ 7 കാര്യങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ശക്തമായിട്ടുള്ള ഒരു ജീവിതം മുന്നോട്ടേക്ക് നയിക്കാൻ പറ്റും. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, പണമില്ലാത്തവൻ എന്നും ഒരു പിണമാണ്, അല്ലേ? അതായത് നിങ്ങൾക്ക് യാതൊരു കാരണവശാലും മറ്റുള്ള അല്ലെങ്കിൽ ഫംഗ്ഷനിൽ പോയാലും അല്ലെങ്കിൽ പല റിലേറ്റീവ്സിൻ്റെ അടുക്ക പോയാലും അതുമല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ പോലും പണമില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടാകും. ഓക്കെ, അപ്പം നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നിങ്ങളിപ്പോൾ ഒരു ജോലി കിട്ടിയ ആളാണെന്നുള്ള രീതിയിലാണ് നമ്മൾ അധികവും സംസാരിക്കാൻ പോകുന്നത്. ക്രിയേറ്റ് എ മന്ത്ലി ബഡ്ജറ്റ്. അതായത് മന്ത്ലി, എല്ലാ മാസവും നിങ്ങൾ കൃത്യമായിട്ടൊരു ബഡ്ജറ്റ് ഉണ്ടാക്കിയിരിക്കണം. മന്ത്ലി ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ പലർക്കും ചിലപ്പം അറിയുന്നുണ്ടാവില്ല. വളരെ സിമ്പിളാണ്. നിങ്ങളുടെ ഇൻകം, നിങ്ങൾക്ക് എത്ര വരുമാനം വരുന്നുണ്ടെന്ന് കറക്റ്റ് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു മാസത്തിൽ എത്ര എക്സ്പെൻസ്, ചിലവ് വരുന്നുണ്ടെന്ന് നോക്കുക. ഓക്കെ, എന്നിട്ട് കൃത്യമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ അതിനെ കാറ്റഗറൈസ് ചെയ്യുക. ഓക്കെ, കാറ്റഗറൈസ് ചെയ്യുക എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ട നീഡ്സ്, ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് അവിടെ നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ വാണ്ട്സ്, ഓക്കെ, ആൻഡ് സേവിങ്സ്. ഇത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ട് ഇതിൽ ആവശ്യമായ രീതിയിൽ നിങ്ങൾ ഫണ്ട് ഡൈവേർട്ട് ചെയ്യിക്കുക. ഓക്കെ, സ്റ്റിക്ക് ടു യുവർ ബഡ്ജറ്റ് എവറി മന്ത്. ഓരോ മാസം കഴിയും തോറും ചിലപ്പോൾ നിങ്ങൾക്ക് 6 മാസം കൂടുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് സാലറി ഇൻക്രിമെന്റ് പോലെയുള്ള പല കാര്യങ്ങളും കിട്ടിയേക്കാം. എന്നിരുന്നാൽ പോലും നിങ്ങളുടെ എക്സ്പെൻസ് ശക്തമായിട്ട് കൂട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾ ആ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് നിങ്ങൾ ത്വര കാണിക്കുക. സ്റ്റിക്ക് ടു യുവർ ബഡ്ജറ്റ് എവറി മന്ത്. എല്ലാ മാസവും നിങ്ങൾ ഈ ഒരു രീതി കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്യണമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 50-30-20 റൂള് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ആ റൂള് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ പ്രീവിയസ്ലി ചെയ്ത ഒരു വീഡിയോയിൽ ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ജസ്റ്റ് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. നമ്മൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഓക്കെ, അതാണ് നമ്മുടെ മന്ത്ലി ബിൽസിന്റെ നമ്മൾ ഓൾറെഡി സംസാരിച്ച പോലെ തന്നെ. ഇനി എന്താ പറയുന്നത്? രണ്ടാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കുക എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആണ്. എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നിങ്ങൾക്ക് വരുന്ന ഒരു 3 മാസം അല്ലെങ്കിൽ വരുന്ന ഒരു 6 മാസ കാലയളവിൽ ജീവിക്കാനുള്ള പൈസ നിങ്ങളുടെ കയ്യിൽ ഒരു ലിക്വിഡ് അസറ്റ് ആയിട്ട് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, അത് മോസ്റ്റ് പ്രോബബിലി നിങ്ങൾ നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിൽ ഇടുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. വർത്ത് ഓഫ് ലിവിങ് എക്സ്പെൻസസ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പം റീസെൻ്റ്ലി നമ്മൾ 2019 അല്ലെങ്കിൽ 2020 കാലഘട്ടത്തിൽ നമ്മൾ കൊറോണ വന്നൊരു ടൈം പീരീഡിൽ ഒരുപാട് പേരുടെ ജോലി നഷ്ടപ്പെട്ടിരുന്നു, അല്ലേ? അപ്പോൾ അവർ ജീവിക്കാൻ വേണ്ടിയിട്ട് വളരെ വലിയ കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. സോ ആ ഒരു ടൈം പീരീഡിൽ അവർക്ക് ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു വർഷത്തേക്കുള്ള എമർജൻസി ഫണ്ടൊക്കെ കയ്യിലുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതായിട്ട് വരില്ലായിരുന്നു. ഇപ്പം നമ്മൾ റീസെൻ്റ് ആയിട്ട് ഇപ്പം നമ്മൾ ചൈനയിൽ ഒരു പുതിയൊരു വൈറസ് പൊട്ടിപ്പുറപ്പെടുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട്. എത്ര ആളുകൾ ഇത് കേട്ടിട്ട് ഭയന്നിട്ടുണ്ടാകും. എന്നാൽ ഒരു വർഷം അല്ലെങ്കിൽ ഒരു 3-6 മാസമൊക്കെ എമർജൻസി ഫണ്ട്
കറക്റ്റായിട്ട് കീപ്പ് ചെയ്യുന്ന ഒരാൾക്ക് അത്രത്തോളം ടെൻഷൻ ഉണ്ടാവില്ല. അതാണ് നമ്മൾ പറയുന്നത് എമർജൻസി ഫണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. യൂസ് എ സെപ്പറേറ്റ് സേവിങ്സ് അക്കൗണ്ട് ഫോർ എമർജൻസീസ്. ജസ്റ്റ് നിങ്ങളൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് ബാങ്ക് ഒരുപാട് ചാർജ് ചെയ്യുന്നുണ്ട് എങ്കിൽ സീറോ ബാലൻസ് ആയിട്ട് പോലും ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന പല ബാങ്ക് അക്കൗണ്ടുകളും ഇപ്പോൾ ഇന്ത്യയിൽ നിലവിൽ ഉണ്ട്. സോ നിങ്ങൾ അത് കൃത്യമായിട്ട് നോക്കിയിട്ട് ആരാണ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് തരുന്നതെന്ന് നോക്കിയിട്ട് നിങ്ങൾ ആ ഒരു അക്കൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ദിസ് വൺ പ്രൊട്ടക്ട്സ് യു ഡ്യൂറിങ് അൺഫോർസീൻ സിറ്റുവേഷൻസ് ലൈക്ക് മെഡിക്കൽ എമർജൻസീസ് ഓർ ജോബ് ലോസ്. വളരെ ചെറിയ രീതിക്ക് തുടങ്ങിയാൽ മതിയെന്ന്. അതായത് നിങ്ങൾ ഒരുപാട് പൈസ ആദ്യം തന്നെ ഇട്ടിട്ട് തുടങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ സ്ലോ സ്റ്റഡി ഗ്രോത്തും മതി നമുക്ക്. അതാണ് ദീർഘകാല അടിസ്ഥാനത്തിൽ നിലനിൽക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ എമർജൻസി ഫണ്ട് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ യാതൊരു കാരണവശാലും മറന്നു പോകരുത്. ഓക്കെ, അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പേ ഓഫ് ഹൈ ഇൻട്രസ്റ്റ് ടേം. നമ്മൾ ഒരുപാട് പേരും നമ്മളുടെ ചിൽഡ്രന് വേണ്ടിയിട്ട് എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ ഒരു കാർ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മളൊരു അത്യാവശ്യം വലിയൊരു ലോൺ എടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മളെ വീട് വെക്കാൻ വേണ്ടിയിട്ട് ലോൺ എടുത്തിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ വളരെ വലിയ പലിശ കൊടുത്തിട്ട് നമ്മൾ എടുത്ത ലോൺ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് തിരിച്ചടക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പ്രിയോറിറ്റൈസ് ക്ലിയറിംഗ് ക്രെഡിറ്റ് കാർഡ് ഡെബ്റ്റ് ആൻഡ് പേഴ്സണൽ ലോൺസ്. നിങ്ങളുടെ വ്യക്തിപരമായിട്ട് നിങ്ങളെടുത്ത ലോണ്, അതുപോലെ തന്നെ നിങ്ങൾ ക്രെഡിറ്റ് കാർഡിൽ നിങ്ങൾ EMI മുഖേന ഒരുപാട് ലോൺ എടുത്തിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ വേഗം തന്നെ അടച്ചു തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, എന്നിട്ട് വേണ്ടത് ഫോക്കസ് ഓൺ ദ ഡെപ്റ്റ് സ്നോബോൾ ഓർ അവലാഞ്ചെ മെത്തേഡ്. അത് സ്നോബോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെറിയ തോതിൽ നിങ്ങൾ അതിൻ്റെ ഒരു അടച്ചു തീർത്തിട്ട് വലിയ രീതിക്കേക്ക് കൊണ്ടുപോകുന്ന ഒരു സംഭവം. അവലാഞ്ച് എന്താണ്? ആദ്യം നിങ്ങളൊരു ഇനീഷ്യലി വലിയൊരു എമൗണ്ട് കൊടുക്കുക, പിന്നീട് അത് ചെറിയ രീതിക്ക് കൊടുത്തിട്ട് നിങ്ങൾക്ക് ആ ഒരു ഡെപ്റ്റ് ബേർഡൻ കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. അവോയ്ഡ് ടേക്കിംഗ് ഓൺ ന്യൂ ഡെപ്റ്റ് അൺനെസസറിലി. യാതൊരു കാരണവശാലും നിങ്ങൾ ഒരുപാട് ഡെപ്റ്റ് ഓൾറെഡി എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും ഡെപ്റ്റ് എടുത്ത് കൂട്ടാതെ ഇരിക്കുക. ഓക്കെ, കൺസോളിഡേറ്റ് ലോൺസ് ഫോർ ലോവർ ഇൻട്രസ്റ്റ് റേറ്റ്സ് ഇഫ് പോസിബിൾ. അതായത് പലിശ വളരെ കുറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ലോൺ കിട്ടുന്നത് എങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എന്നാൽ പലിശ കൂടിയിട്ടുള്ള ഒരു ടൈമിലാണ് നിങ്ങൾ ലോൺ എടുക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ ഒഴിവാക്കേണ്ടത് ആണ്. ഓക്കെ, പിന്നെ എന്താണ് നാലാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് സേവ് ആൻഡ് ഇൻവെസ്റ്റ് കൺസിസ്റ്റൻ്റ്ലി. നമ്മളുടെ ഒരുപാട് വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ് പൈസ സേവ് ചെയ്യുന്നത് അല്ലെങ്കിൽ പൈസ നിക്ഷേപിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെ പറ്റിയിട്ട് നമ്മൾ ഒരുപാട് വീഡിയോസിൽ ചെയ്തതാണ് അല്ലേ. എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട 8 മിസ്റ്റേക്സിനെ പറ്റിയിട്ട് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മൾ ഐ ബട്ടണിൽ കൊടുക്കുന്നതാണ്. സേവ് എ ഫിക്സഡ് പോർഷൻ ഓഫ് യുവർ ഇൻകം എവറി മന്ത്. നിങ്ങൾക്കിപ്പോൾ സാലറി ഓരോ മാസവും 40,000 രൂപയാണ് കിട്ടുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഫിക്സ്ഡ് പെർസെൻറ്റേജ്, ഓക്കെ, മിനിമം നിങ്ങളൊരു 20% എങ്കിലും നിങ്ങൾ അതിൻ്റെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, മന്ത്ലി ബേസിസിൽ ഇൻവെസ്റ്റ് ഇൻ ഓപ്ഷൻസ് ലൈക്ക് മ്യൂച്വൽ ഫണ്ട്, സ്റ്റോക്സ് ആൻഡ് ഫിക്സഡ് ഡെപ്പോസിറ്റ്സ്. നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റിനെ കാര്യമായ രീതിയിൽ നമ്മൾ പറയുകയില്ല. കാരണം ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഫ്ലേഷനില്ലേ ഓരോ വർഷവും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന ഇൻഫ്ലേഷനെ പോലും പലപ്പോഴും നിങ്ങൾക്ക് ബീറ്റ് ചെയ്യാൻ പറ്റാതെ വന്നേക്കാം. സോ നിങ്ങൾ മ്യൂച്വൽ ഫണ്ട്സിലും നിങ്ങൾ സ്റ്റോക്സിലും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങളൊരു അറിവില്ലാത്ത ആളാണെങ്കിൽ അല്ലെങ്കിൽ നിക്ഷേപത്തിനെ കുറിച്ച് അറിയില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡെഫിനറ്റ്ലി മ്യൂച്വൽ ഫണ്ട്സിനെ മാത്രം ആശ്രയിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയിട്ട് മ്യൂച്വൽ ഫണ്ട് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ തീർച്ചയായിട്ടും അതിനെ പറ്റിയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. യൂസ് SIPs ഫോർ ഡിസിപ്ലിൻഡ് ഇൻവെസ്റ്റിംഗ്. അതായത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. മന്ത്ലി ബേസിസിൽ നിങ്ങളുടെ ബാങ്കിന് ഒരു നിർദ്ദേശം കൊടുത്താൽ ആ ബാങ്ക് പിന്നീട് നോക്കിക്കോളും. അല്ലെങ്കിൽ നിങ്ങൾക്ക് സാലറി വരുന്ന ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ആ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഡെബിറ്റ് ആയിട്ട് നിങ്ങൾ പറഞ്ഞ ആ ഒരു മ്യൂച്വൽ ഫണ്ടിലേക്ക് കൃത്യമായ ഇടവേളയിൽ പൈസ നിക്ഷേപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ അല്ലെങ്കിൽ SIP എന്ന് പറയുന്നത്. ഓക്കെ, ദ ഏർലിയർ യു സ്റ്റാർട്ട് ദ മോർ യു ബെനിഫിറ്റ് ഫ്രം കോമ്പൗണ്ടിങ്. അതായത് നിങ്ങൾ എത്രത്തോളം നേരത്തെ തുടങ്ങുന്നുവോ അത്രയും ബെനിഫിറ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത് അല്ലേ. കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് എന്നൊക്കെ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ആൽബർട്ട് ഐൻസ്റ്റീൻ പോലും 8th വണ്ടർ ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞ ഒരു സംഭവമാണ് അല്ലേ കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ്. അതിനെ പറ്റിയിട്ട് നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അഞ്ചാമത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ലേൺ ഫിനാൻഷ്യൽ ലിറ്ററസി. നമ്മൾ പല പാഠങ്ങളും നമ്മൾ കോളേജുകളിലൊക്കെ പോയിട്ട് അല്ലെങ്കിൽ നമ്മളുടെ സ്കൂളുകളിൽ നിന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ടാവും. പക്ഷെ എത്രത്തോളം പേര് സാമ്പത്തികമായിട്ടുള്ള അറിവ് നേടുന്നുണ്ട്? സോ ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് നന്നായിട്ട് ജീവിക്കണമെങ്കിൽ അതായത് നിങ്ങളുടെ സമ്പത്തിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് കുറച്ചൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ബേസിക്കായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങളുടെ അസറ്റ്സ് എന്താണ്, നിങ്ങളുടെ ലയബിലിറ്റീസ് എന്താണ്, നിങ്ങളുടെ ഇൻകം എന്താണ്, നിങ്ങളുടെ എക്സ്പെൻസ് എന്താണെന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ധാരണ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അണ്ടർസ്റ്റാൻഡിങ് ബേസിക് കോൺസെപ്റ്റ്സ് ലൈക്ക് ബഡ്ജറ്റിംഗ്,
ടാക്സസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ഏത് രാജ്യത്താണോ നിൽക്കുന്നത് ആ രാജ്യത്തിലുള്ള ടാക്സ് കൂടി നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ രാജ്യത്ത് കിട്ടാൻ സാധ്യതയുള്ള ടാക്സ് ബെനിഫിറ്റ്സ്, ടാക്സ് ആനുകൂല്യങ്ങളെ പറ്റിയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം അല്ലെ. പിന്നെ എന്താണ്, റീഡ് ബുക്സ്, ടേക്ക് കോഴ്സസ് ആൻഡ് ഫോളോ ക്രെഡിബിൾ ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സ്. നല്ല നല്ല ബുക്കുകൾ വായിക്കാം. അതായത് ഫിനാൻസിനെ പറ്റിയിട്ട് പറയുന്ന, ഇപ്പം നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏതൊരു ബേസിക് ആയിട്ടുള്ള ഒരാളുകൾക്കും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇത്, റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന് പറയുന്ന ഒരു പുസ്തകം. അതിനെ പറ്റിയിട്ടുള്ള ഒരു റിവ്യൂ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വായിക്കാൻ ടൈം ഇല്ലെങ്കിൽ അത് വേണമെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ നല്ല നല്ല കോഴ്സുകൾ എടുക്കാം. വളരെ വിശ്വസ്തമായിട്ടുള്ള ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സിൻ്റെ യൂട്യൂബ് ചാനൽ പോലെയുള്ളതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ. പിന്നെ മാർക്കറ്റ് ട്രെൻഡ്സിനോട് നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയിരിക്കുക അല്ലേ. ഒരു അപ് ട്രെൻഡ് ആണോ മാർക്കറ്റ്, അല്ലെങ്കിൽ പിയർ ട്രെൻഡ് ആണോ എന്നൊക്കെ കൃത്യമായിട്ട് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങളുടെ പൈസയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നോളജ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ഗുഡ് ഫിനാൻഷ്യൽ ഡിസിഷൻ. അറിവാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ നിങ്ങൾ അറിയാൻ എത്രത്തോളം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ അത്രത്തോളം നിങ്ങളുടെ വിജയപാത ശക്തമായിട്ട് കൊണ്ടുപോകുന്നു എന്നാണ് അർത്ഥം. ഓക്കെ. ആറാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഓട്ടോമേറ്റ് യുവർ ഫൈനാൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞ SIPയുടെ കാര്യം തന്നെയാണ് ഇവിടെയും പറയുന്നത് അല്ലേ. സെറ്റപ്പ് ഓട്ടോമാറ്റിക് ട്രാൻസ്ഫർ ഫോർ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. പിന്നെ എന്താണ്, ഓട്ടോമേറ്റ് ബിൽ പേയ്മെന്റ്സ് ടു അവോയ്ഡ് ലേറ്റ് ഫീസ്. ഓക്കെ. ദിസ് റെഡ്യൂസ് സ്ട്രെസ് ആൻഡ് ensures consistency. Review automation every 6 months to align with changing goals. എല്ലാ 6 മാസ കാലയളവിലും നിങ്ങൾ ചെയ്ത SIP അല്ലെങ്കിൽ നിങ്ങൾ ഓട്ടോമേറ്റ് ചെയ്ത നിങ്ങളുടെ ഫണ്ടുകളൊക്കെ നിങ്ങൾ കൃത്യമായിട്ടും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത അസറ്റ് നല്ല രീതിക്കുള്ള റിട്ടേൺ തരുന്നുണ്ടോ, അല്ലെങ്കിൽ മോശമായിട്ടുള്ള രീതിയിലാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളത് ചേഞ്ച് ചെയ്തിട്ട് നല്ല അസറ്റ് ക്ലാസ്സിലേക്ക് നിങ്ങൾ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ. ഏഴാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ട്രാക്ക് യുവർ നെറ്റ്വർത്ത് റെഗുലർലി. കാൽക്കുലേറ്റ് യുവർ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ടു ഡിറ്റർമൈൻ യുവർ നെറ്റ്വർത്ത്. അതായത് നിങ്ങൾക്ക് എത്രത്തോളം ആസ്തിയുണ്ട്. നിങ്ങൾക്ക് പല രീതിക്കും വളരെ ഒരു ബിൽഡിംഗ് ഉണ്ടാകും, അല്ലെങ്കിൽ റെൻ്റൽ ഔട്ട് ചെയ്യുന്ന പല ബിൽഡിങ്സും പല സിറ്റിയിലും ഉണ്ടാകും. ചിലപ്പോൾ നിങ്ങൾക്കൊരു വീട് ഉണ്ടാകും, അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള കാറുകൾ ഉണ്ടാകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പോക്കറ്റിലേക്ക് പൈസ തരുന്ന എന്ത് സംഭവവും എന്താണ്, അസറ്റ്സ് ആണ്. ഓക്കെ. ആ അസറ്റ്സ് എത്രയുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾ എത്രത്തോളം ബാധ്യതപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യത്തിന്റെ ഡിഫറൻസ് എടുക്കുമ്പോഴാണ് നിങ്ങളുടെ നെറ്റ്വർത്ത് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ. മോണിറ്റർ പ്രോഗ്രസ് ടുവാർഡ്സ് ഫിനാൻഷ്യൽ ഗോൾസ്. അഡ്ജസ്റ്റ് യുവർ സ്ട്രാറ്റജീസ് ബേസ്ഡ് ഓൺ റിസൾട്ട്സ്. ഓക്കെ. യൂസ് ആപ്സ് ഓർ സ്പ്രെഡ്ഷീറ്റ് ഫോർ ഈസി ട്രാക്കിംഗ്. കൂടുതൽ കാര്യങ്ങൾ അല്ലെങ്കിൽ ശക്തമായിട്ട് അതിന് അപഗ്രഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് അതിന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സൽ പോലെയുള്ള സ്പ്രെഡ്ഷീറ്റുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡാറ്റാസ് ഒക്കെ നിങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ടും പഠിക്കാൻ പറ്റും. അതായത് നമ്മൾ പോകുന്നത് നല്ല റൈറ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ഷനിലാണോ അല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റും. ഓക്കെ. അപ്പോൾ നമ്മൾ വീഡിയോ അധികം ദീർഘിപ്പിച്ചിട്ടില്ല, പെട്ടെന്ന് തന്നെ തീർക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ. കൺക്ലൂഷൻ സ്റ്റേജ് ആണിത്. പേഴ്സണൽ ഫിനാൻസ് ഇസ് എ ജേർണി, നോട്ട് എ സ്പ്രിന്റ്. ബൈ അഡോപ്റ്റിംഗ് ദീസ് 7 ഹാബിറ്റ്സ് യു ക്യാൻ സെക്യൂർ യുവർ ഫ്യൂച്ചർ. നമ്മൾ ഈ പറഞ്ഞ 7 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇനി മുതൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുമെന്നുള്ള കാര്യം നമ്മൾ തീർച്ചയായിട്ടും ഉറപ്പ് പറയുന്നു. ഓക്കെ. പിന്നെ നമുക്ക് പറയാനുള്ളത്, ഇതിന് പുറമെ നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിന് പുറമെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഫിനാൻസ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉതകുന്ന മറ്റ് പല കാര്യങ്ങളുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മളുടെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ. അപ്പം ഇത്രത്തോളമേ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളൂ. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. നമ്മളൊരു ക്യൂട്ട് കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. ഫൈനാൻഷ്യൽ ഫ്രീഡം ഈസ് അവൈലബിൾ ടു ദോസ് ഹു ലേൺ അബൌട്ട് ഇറ്റ് ആൻഡ് വർക്ക് ഫോർ ഇറ്റ്. നിങ്ങൾ അതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ. അപ്പം വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.